തന്നെയാണോ ശരിക്കും ഷിട്ടൂന് ശബ്ദം കൊടുക്കണേ? ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളില്ല, ഈ ഒരാളിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നാണ് ആൾക്കാർ ഭയങ്കര ഡൗട്ട് ഉണ്ടായത്. ചേച്ചി കൊറേ ദിവസം കഴിഞ്ഞ് വന്നപ്പോ എന്താ ചെയ്യാ, ഒരു നാണാവുന്നു. എന്നോട് ചോദിച്ചു ആരാ, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. നമ്മൾ മൂന്നാമത്തെ ഗെയിമിലേക്ക് പോവാണ്. ഞാൻ ചെയ്യാം. ഇത് ആദ്യം വായിക്കാം, മാറ്റി വെക്കാം, എന്നിട്ട് അത് വരച്ചിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കാം. മോഹൻലാലാ? ഓക്കെ ഓക്കെ, ഞാൻ ചെടി കണ്ട മാല, മാലയും വളയും, കൂട്ടോ, ജ്വല്ലറിയോ, ലോക്കറാണ് ഉദ്ദേശിച്ചത്. ഹൃദയത്തിന്റെ ലോക്കർ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സ്ട്രോബെറി, ചക്ക, ചക്ക, അതെ ഫസ്റ്റ് വേർഡ് അതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ഡയറക്റ്റ് ചക്ക നല്ല യൂസ് ചെയ്യാതെ. ചക്കിക്കത്തെ ചങ്ങരൻ. കാക്ക. ആ ഫസ്റ്റ് വേർഡ് കിട്ടി. ഞാൻ കാക്ക. ഓ ഓക്കേ ഓക്കേ ഓക്കേ. അടി. ആ അടി. ആ അമ്പടി. ഇനി പറയൂ. അമ്പടി. ആ മനമേ തീപ്പട്ടി. നീ കടുത്ത് ഇരിക്കല്ലേ. അമ്പടി. പിന്നെ ഫസ്റ്റ് അമ്പടി ജിന്ന്. അമ്പടി ചിഞ്ചി. നമ്മൾ മൂന്നാമത്തെ ഗെയിമിലേക്ക് പോവാണ്. സോ ഇത് കുറച്ച് സിമ്പിൾ ആയിരിക്കും. എനിക്ക് നിങ്ങൾ വരക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമായി പോയി ഇവിടെ കോളേജിൽ നിന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഇംപ്രസ് ചെയ്യിപ്പിക്കും. വരയ്ക്കാൻ പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ഒഴിവാക്കിയാണ്. എന്ത് നന്നായിട്ട് കഴിവുകൾ ഒരുപാടുണ്ട്, ബട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. മടിയാണ്. ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇല്ല, ഇന്ന് കുറച്ച് സന്തോഷം കിട്ടും. നമ്മൾ വരച്ചത് പറയിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ കുറച്ച് സിനിമ പേരുകളും ഡയലോഗ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഒന്ന് തരും, അത് ഒന്ന് വരച്ചിട്ട് ആളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് പറയിപ്പിക്കണം അതേത് സിനിമയാണ് എന്ന്. ഓക്കെ, വരക്കാൻ മാത്രം, പറയാനോ വേറെ ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല. റെഡിയാണോ? അപ്പൊ ആദ്യം ആരോ ചെയ്യണേ? ഞാൻ ചെയ്യാം. ഞാൻ വരയ്ക്കല്ലോ വേണ്ടേ? വരച്ചിട്ട് ഇത് ആദ്യം വായിക്കാം, മാറ്റി വെക്കാം, എന്നിട്ട് അത് വരച്ചിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, ഇതാ. ഓക്കെ, എന്നിട്ട് അത് ലാസ്റ്റ് എന്താന്ന് പറയണം. ഇതൊക്കെ അങ്ങനെ വരയ്ക്ക, അത് പ്രശ്നമില്ല. ഈസി അല്ലേ? പിന്നെ ഇത് അതിൽ ക്യാമറ കാണിക്കണം. ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞാൽ മതി എന്താന്ന്. നടനൊക്കെ പറയാൻ പറ്റുമോ? നടനൊക്കെ നമുക്ക് വരച്ച് കാണിച്ചു കൊടുക്കാം. ആൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഒരു മിനിറ്റ്. മോഹൻലാലാ? ഓക്കെ ഓക്കെ, ഞാൻ ചെടി കണ്ടപ്പോ ചെരുവരമാണ് ഉദ്ദേശിച്ചത്. ഹൃദയമാണ് ഉദ്ദേശിച്ചത്. മറ്റേ വീട് എങ്ങനെയാ വരയ്ക്ക? ആരെ നടന്ന് പറ. അതെനിക്ക് അറിയൂല. ആ ഹൃദയം. ഞാൻ ഉദ്ദേശിച്ചതന്നെ. ഹൃദയം വേറെ വീട് പറ. ഓരോരോ അക്ഷരം, അടുത്തതിന്റെ ഓരോരോ അക്ഷരം കിട്ടുന്ന വരയ്ക്കട്ടെ. അതൊന്നും മനസ്സിലാവൂല, എന്താ ചെയ്യാ? എന്തെങ്കിലും സീൻ എന്തെങ്കിലുമൊക്കെ. എനിക്ക് ആ ഫിലിം ഓർമ്മ കിട്ടുന്നില്ല ഏതാണ്. അതാ പ്രശ്നം. എന്റെ ഒരു മൈൻഡിലൊരു ഡൗട്ട് ഉണ്ട്, ഇന്ന ആളാണോന്ന്. പക്ഷെ അത് കാണിക്കുക, ഡൗട്ടുള്ള ആളാ അതാണോ നോക്കട്ടെ. ആ ഡൗട്ടുള്ള ആളപ്പൊ എങ്ങനെ കാണിച്ചു തരാ? ഞാൻ പറയട്ടെ, ആ രണ്ടാമത്തെ വാക്ക് വേറെന്തെങ്കിലും ഇതായിട്ട് കണ്ടൂട്ടെ.
ആ ആ അതാ ഞാൻ വിചാരിച്ചത്. നിക്കേ മാല, നിക്ക് മാലയും വളയും, പൂട്ടോ, ജ്വല്ലറിയോ, ലോക്കറാണ് ഉദ്ദേശിച്ചത്. ഹൃദയത്തിന്റെ ലോക്കറോ? എന്തത് ഇതന്നെയാണ് വേർഡ് അതിലുള്ളതാണ് ലോക്കർ. ലോക്കറിന്റെ മലയാളം ലോക്കറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? പൂട്ടോ, ഹൃദയത്തിൽ ലോക്കർ ചെയ്യോ? അപ്പൊ ഹൃദയത്തിൽ എന്താ ചെയ്യാ? അങ്ങനെ ആലോചിച്ചോക്ക്. ഹൃദയത്തിന് ഉള്ളില് ആക്ഷൻ കാണിക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും വീട് പറ. ക്ലൂ തരാം. ഈ ജ്വല്ലറീസ് ഒക്കെ എന്തിനാ നമ്മൾ ലോക്കറി വെക്കുന്നത്? കള്ളന്മാരുണ്ടാകാൻ. ഗുഡ്. ഇനി ആലോചിക്കൂ. അങ്ങോട്ടൊന്നും പറഞ്ഞേക്കല്ലേ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വാക്കുകൾ പറയുന്നുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പണ്ടത്തെ ലവ് ലെറ്റർ ഒക്കെ ഓർത്തു. സോ ഇതായിരുന്നു. ഇതിൽ കുഞ്ചാക്കോവനായിനോ? ആണല്ലേ? അതെനിക്കൊരു കറക്റ്റ്. ലവ്, ഹൃദയം, സൂപ്പർ. സൂക്ഷിക്കൂ. മാലയും വളയും സൂക്ഷിച്ചു വെക്കുന്നു. ഇത് എനിക്ക് മനസ്സിലായി. ആൾക്ക് എന്താ മനസ്സിലായി ആദ്യത്തേത്? എനിക്ക് ആ ഹൃദയം മനുഷ്യനെ വരച്ചിട്ട് ഹൃദയം വരച്ചത് ഹൃദയം. പക്ഷെ ഇത് കണ്ടിട്ട് ലാലേട്ടനെ പോലെ തോന്നുന്നത്. അതെ, ഇവിടെ അടിയത്തെ കൈ പിടിച്ച് താഴോട്ട്. എന്റെ മോനെ, ലാലേട്ടൻ എത്ര മുടിയുള്ളപ്പോഴാ? മുടിയോ കാര്യം ശ്രദ്ധിക്കുക. നമ്മള് ഇതല്ലേ മോലെ ലാലേട്ടൻ എന്ന് പറയുമ്പോ ഇതല്ലേ പെട്ടെന്ന്. ഓക്കെ, എന്റെ ക്ലൂ ഏറ്റു അല്ലേ? വേറെ വഴി പോകുന്നു വിചാരിച്ചു. താങ്ക് യു. ഇനി അടുത്തത് ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്തോളൂ. താങ്ക് യു. അത് നന്നായിട്ട് ചിത്രം വരക്കുന്നതുകൊണ്ട് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാ തെറ്റേ ഇല്ല, കണ്ടില്ല. ഇതെങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് നമ്മൾ കാണാൻ. ഒറ്റ വേർഡാണ്? ഒറ്റ വേർഡാണോ? ഇത് സിനിമ പേരല്ല അല്ലേ? അതൊരു ഡയലോഗാണ്. ഓ, ഇത് സിനിമ മാത്രല്ല ഉണ്ടാവുക. അതല്ല നേരത്തെ വിളിച്ചു. ഫിലിം ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു? അത് ശരി. ഞാൻ വെച്ച ഫിലിം മാത്രമാണ് കേട്ടോ. ആളെ വേണമെങ്കിൽ കാണിച്ചോട്ടോ. എന്നെ കാണിക്കാം. എക്സാം ആരോ ഹമ്പ്. ഹമ്പ്. ഓക്കെ, ഫസ്റ്റ് വേർഡാണത്. ഹമ്പിനും വില്ലിനും അതല്ല ഡയലോഗാണ്. പക്ഷെ ഇത് ഓക്കെ എന്നെ കാണിച്ചായിരിക്കേ. ഞാൻ ആലോചിക്കുക വരയ്ക്കല്ലേ. ബുജ്ജികൾ കാണാതെ രണ്ടാമത്തെ വാക്ക് അമ്പത്തൂർക്കനവ്. ഡയലോഗ് അല്ലേ? പറഞ്ഞോലെ അത് ഞാനെങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്ക. എന്തേലും ഒക്കെ ഒരു കേട്ടോ. പുക. പോകല്ല. ഭൂതം. അലാവുദ്ദീൻ. ഭൂതത്തിന്റെ വേറെ വേർഡ് പറ. ചാത്തൻ. നമ്മളെ മുസ്ലിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള പറ. ജിന്ന്. ഇത് ഡയലോഗാണ്. പണ്ടത്തെ സിനിമ. അതായത് ഈ രണ്ട് വേർഡും ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ളതല്ല. ഇത് വേറെ ആണ് സംഭവം. ഡയറക്റ്റ് അല്ലെങ്കിലും എന്തെങ്കിലും ബാക്കിയോടെ ആക്ക്. ആദ്യത്തെ വാക്കിന്റെ രണ്ടാമത്തെ കൊടുക്ക്. അതാ ഞാൻ ആലോചിക്കുക. അത് ഞാൻ അല്ലേ ഇംഗ്ലീഷ് എഴുതി കാണിച്ചു കൊടുക്കും. പഴയ ഫിലിമത്തെ ഡയലോഗാ? പഴയ ഓൾഡാ. എനിക്കൊക്കെ ഓർമ്മ ഉള്ളതാണ് ഈ ഡയലോഗ്. പറയുന്നോ ഫണ്ണായിട്ടൊക്കെ റീൽസിലൊക്കെ അത് ട്രെൻഡിങ് ആയിട്ടൊക്കെ. എന്നാലും നമുക്ക് മനസ്സിലല്ലോ. ക്ലൂ കൊടുക്കല്ലേ നോക്കെ. അത് ഞാൻ എങ്ങനെ ചെയ്യാ? ക്ലൂ കൊടുക്കട്ടെ ചേട്ടാ?
ആ ഉറപ്പായിട്ടും അല്ല ചേട്ടൻ സമ്മതിക്കൂലെന്നൊക്കെ. അതായിരിക്കും ഓടിട്ടത്. Yes. Try. ആ ജിന്നു എന്നുള്ള ലാസ്റ്റ് വരുന്നതാ. അത് രണ്ടാമത്തെ. ഫസ്റ്റ് ഈ അമ്പ് ഫസ്റ്റ്. അത് 2 വേർഡാണിത്. അത് ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഹമ്പിന്റെ കൂടെ അതിന്റെ എൻഡിലൊരു പരിപാടി ഉണ്ട്. അമ്പും വില്ലും അല്ലാതെ എന്തായിരിക്കും അത്? ഹമ്പിനും വില്ലിനും അടങ്ങാത്തല്ല. എന്താ പറയുന്നേ? ഞാൻ ക്ലൂ കൊടുക്കട്ടെ? അങ്ങോട്ട് തിരിയൂ. എനിക്കാണോ? എനിക്കല്ലേ ക്ലൂ? വടിയെന്ന് ഞാൻ കേട്ട്. അങ്ങനെ ഉദ്ദേശിച്ച ലാസ്റ്റ് യൂസ് ചെയ്യാനാ? അല്ലല്ല, ആദ്യത്തേല് അതെന്തിനാ യൂസ് ചെയ്യാം? അടിക്കാനാ? അത് ശരി. നമ്മുടെ വാക്കെന്തായിരുന്നു, മറന്നുപോയോ? ഞാൻ മറന്നില്ല, നിങ്ങൾ മറന്നു. അതാ ഞാൻ ഞാൻ ചിന്തിച്ചില്ല കാര്യമായിട്ട്. അടി. ആ അടി. ആ അമ്പടി. ഇനി പറയൂ. അമ്പടി. ആ മനമേ തീപ്പെട്ടി. അമ്പടി. പിന്നെ ഫസ്റ്റ് ജിന്ന്. അമ്പടി ജിന്ന്. അമ്പടി ചിഞ്ചിൻ. നിനക്ക് വട വരച്ചൂടോ? എന്റെ മൈൻഡ് എന്താ ഒക്കെ കിട്ടാനേ അങ്ങനെ ക്രിയേറ്റീവ് ചിന്തിക്കണ്ടേ? ഞാൻ അമ്പട അമ്പട എന്റെ മൈൻഡിൽ പോകുന്നു. അടി. അപ്പൊ അടി കൊണ്ട് മൈൻഡിൽ കന്നില്ല. അതൊന്ന് കാണിക്കൂ. ഭൂതാണ് ആ കുപ്പിയിൽ നിന്ന് വരുന്നത് മുകളിലേക്ക്. വരക്കുന്നുണ്ട് ഗംഭീരമായിട്ട്, ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ജിന്നിനെ കിട്ടിയില്ലേ അല്ലേ? അതെ അതെ, ഞാനാണെങ്കിൽ പെട്ടുപോയത്. ഓക്കെ, ഇനി ഞാനാ. രസമുണ്ട് കേട്ടോ. ഗിഫ്റ്റ് മുന്തിരി അല്ല, നാരങ്ങയും പച്ചമുന്തിരിയും. പച്ചമുന്തിരി, സോറി, നാരങ്ങയും പച്ചമുളകും. ഓക്കെ, അടുത്ത എനിക്കല്ലേ? നോക്കല്ലേ? ഓ, ഇത് സിമ്പിള്. ഇത് നിങ്ങൾക്ക് തരണ്ടേ? ഫസ്റ്റ് വീടൊക്കെ ഇപ്പൊ എന്തെന്നാ, അത് നോർമല് ഇങ്ങനെ തന്നെയല്ലേ? ഇത് എയ്ത്ത് കുറവാട്ടോ, നിങ്ങൾ ആരോ പറ്റിച്ചു. ഇത് വാങ്ങിയതല്ലേ, പഴയതാ? സിനിമ പേരാ? അതെ അതെ, തിരിച്ചു കാണിച്ചു കൊടുക്കും. ആളെ കാണിച്ചു വരാം. സംസാരിക്കാൻ പാടില്ല, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള. ഇനി ഇവിടെ അല്ലേ? ഞാനൊരു ഇത് കാണിച്ചു തരാം, അത് നോക്കിയിട്ട് വേഗം മനസ്സിലാക്കണം. ഇത് ഒന്നാണോ? ഒന്നിന്ന് ഡയറക്റ്റ് അടക്ക് നിക്ക്. ഇതിങ്ങനെ കാണും. ഇത് കാണൂല. അതിലല്ലേ ഇത്? മനസ്സിലായി. കണ്ണ് കാണാത്താള അല്ല മീ, കണ്ണ് കാണും. എല്ലാരും കണ്ട് കണ്ട് കാണിട്ട് എയറിലാക്കിയതാ. അന്ന പേരും കൂടെ പറ. ഇത് കൺഫ്യൂഷൻ ആവും. സോങ്ങിന്റെ സാധനത്തിൽ എന്തെങ്കിലും പറയുകയും ചെയ്ത്. ഇത് ഞാൻ അതിലേക്ക് ആ ഫിലിം മനസ്സിലാൻ വേണ്ടിട്ടുള്ള ക്ലൂ തരിക കേട്ടോ. അതൊരു മികച്ചൊരു ക്ലൂ ആണ്. അതെ അല്ലേ? മികച്ചൊരു ക്ലൂ ആണ്, വൈറലായ ക്ലൂ. അതെ. മറ്റേ അതല്ലേ? ഇനി ഒന്ന് ക്ലൂ കൊടുക്കരുത്. എനിക്ക് മനസ്സിലായത് ഇതെന്താ പറയാ? ലവ് അല്ലേ? ഒരടാറല്ലോ. അടയും വരച്ചു വെച്ചാല് അട വരയ്ക്കാനും. ഗായ്സ് നോക്കൂ, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് അധികം കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ, പക്ഷെ അത് പിടിക്കേണ്ട രസമായിട്ട് ചെയ്തു. ഇതെനിക്ക് മനസ്സിലായി ഇങ്ങനെ കണ്ടപ്പോ. സോങ്ങിന്റെ കണ്ണടിക്കുന്നേ എന്താ? കണ്ണടിക്കുന്നത് ഞാൻ ആദ്യം കണ്ണോട്ടറാക്കാതെ.
എന്തോ സോങ്ങിന്റെ അങ്ങെന്തോ അതെ പറഞ്ഞപ്പോ അതെ ഓക്കെ തെറ്റെ ഇതാല്ലേ ഇവിടെ ഇരുന്നോണ്ട് സിനിമ പണിയെടുത്ത് കിട്ടിയോ? സിനിമയാണോ ഫിലിമാണോ? ഫിലിം തന്നെ ഓൾഡാ പടത്തിന്റെ പേരല്ലേ ചേട്ടാ? ആണ് ഡയലോഗ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ഇത് നോർമൽ രണ്ടും പറയും. കാണിച്ചോ കാണിച്ചോ. അല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ആദ്യത്തെ അക്ഷരം വെച്ച് വരക്കാൻ പറ്റും ഒരു ഫ്രൂട്ട്. അതാ വിചാരിച്ചാണ് വേറെന്താ എളുപ്പമാകണ്ടോ നോക്കുക. സ്ട്രോബെറി, ചക്ക, ചക്ക, ഉലക്ക ചക്ക ചക്ക ചക്ക. അതെ ഫസ്റ്റ് വേർഡ് അതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ചക്ക നല്ല യൂസ് ചെയ്യാം. ചക്കിക്കത്തെ ചങ്കരൻ. ഞാൻ ബ്രില്യന്റ് അല്ലേ? ആള് ട്രാക്കില് വന്നു. ഒരു വട്ടം ഒരു കുത്തും. ശരി കാണിക്കാവോ? കാണുമ്പോ സ്ട്രോബെറിയെ തോന്നുമെങ്കിൽ ഇത് ചക്കയാണ്. ചക്ക ഈ ഷേപ്പിൽ ചക്കയും കണ്ട് ചക്ക പല ഷേപ്പിലും വരും. പക്ഷെ റെഡും കൂടെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് സ്ട്രോബെറി പോലെ വലിയ കുത്തുക. അതെങ്ങനെയാ നല്ലോണം വരക്കുന്ന ആൾക്കാർ ചെറുതിങ്ങനെ വരച്ചു. ഓക്കെ അതെ അതെ. ഇനിയുണ്ടോ? പിന്നെ ഇനിയും തെറ്റെ തന്നോളൂ. ഇതില് നമ്മള് കപ്പടി കിട്ടോ? ശരിയാ. ഇതൊക്കെ ഏതായാലും മിഷാക്ക് കിട്ടലുണ്ടാവില്ല. ഡയലോഗാ സിനിമ? ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ തരില്ല കേട്ടോ. ഇതൊക്കെ നോക്കി നോക്കിയിട്ട് ചെയ്യണം. ഇത് ഫിലിമാണോ ഡയലോഗ് ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഡെയിലി അങ്ങനെയല്ല നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. വീടാ നിക്ക് ഇങ്ങനെ ഓട് ഓടണ്ടമ്മ വാളം. എനിക്കറിയാം. അത് പണ്ട് നമ്മളെ മുകേഷ് ഒക്കെ ഫിലിമാണോ? ഇവര് നന്നായിട്ട് പടം കാണുന്ന ആൾക്കാർ. അതെ അതെ ഞങ്ങള് ഫിലിം ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഓട് കാണിച്ചതേ ഉള്ളൂ. ഇവർക്ക് ഐഡിയ മനസ്സിലായിരിക്കുന്നു. ലാസ്റ്റ് വൺ. ഓക്കെ ലാസ്റ്റ് വൺ ആണ്. നമ്മള് കപ്പ് തൂക്കി. അത്ര സിമ്പിൾ ഇല്ലേ? അതെ അതേന്നൊക്കെ തരാട്ടാ. ഞാൻ ഓട് അടുത്ത അമ്മനെ വരയ്ക്കാന്നൊക്കെ വിചാരിച്ചേനു. ഇനി വേഗം പറഞ്ഞു. എന്റെ ക്രിയേറ്റിവിറ്റി ഒന്ന് ഇത് ഏകദേശം ഇപ്പൊ ഇറങ്ങിയ പടാട്ടോ. എനിക്കറിയാം. എന്തോ അത് ക്ലൂ പറയരുത്. അങ്ങനെ പറയാൻ പാടില്ലേ? അതെ അതിലത്തെ ഹീറോ എന്തെങ്കിലും എനിക്കറിയില്ലേ. നീ എന്തായാലും ഫിലിം കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പറയല്ലേ. പാട്ടൊക്കെ ഫേമസ് ആണ്. എടാ അതിലത്തെ ഞാൻ ഇപ്പൊ ഓട് എന്നൊക്കെ ആക്കില്ല. അതുപോലെ ഫസ്റ്റ് കാണിച്ചിരാന്ന്. ഫയർ. എന്റെ മലയാളം തീ. അല്ല ഈ തീ എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്ഷരം. ഫസ്റ്റത്തെ അക്ഷരം പറയുന്ന ഇത് മാത്രം. അതിശയൻ. അല്ല അത് തീർന്ന്. ഇനി രണ്ടാമത്തെ വേർഡാണ്. സ്പെല്ലിംഗ് എഴുതാൻ പറ്റില്ല. ഞാൻ ഏ മാത്രം സ്പെല്ലിംഗ് അല്ലല്ലോ. വീരപ്പൻ. വീരപ്പനല്ല പൊതുവെ അങ്ങനെയുള്ള ആൾക്കാര് പറയുന്നത്. കരടി. സോറി കാണിക്കാൻ പാടില്ല. അല്ല മനുഷ്യന്മാരാണ് പൊതുവെ പറയുന്നത്. വീരപ്പൻ അല്ലാണ്ട് എന്താ പറയല്? വീരപ്പനല്ല ഉദ്ദേശിച്ചത്. അത് പൊതുവെ എങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടാവുമല്ലോ നമ്മള് യൂസ് ചെയ്യുന്ന വീടെന്തോ. ഒരു കരടിയാണ്. അയാൾ ഒരു കരടിയാന്നല്ലേ പറയല്? അങ്ങനത്തെ വേറെ പറയാ. അയാള് കരടി. കുറുപ്പ് എന്നല്ലല്ലോ. അല്ല നമ്മള് എനിക്ക് കിട്ടുന്നില്ല. കൈക്ക് വേറെ വീട് പറ.
പത്തി. ഇതൊക്കെ എവിടെ വരുന്ന്? കൈയല്ലാണ്ട് നേത്താ കൈക്ക് വേറെന്താ വേർഡ്? ഹാൻഡ്. മലയാളത്തില് കൈക്ക് എന്തേത്താ? ഇനി ഇത് തന്നെ പിടി. ആ പറ. ഇതിന് ഇനി കരടി വന്നു. നമ്മൾ പൊതുവെ ഒരാളോട് ഇത് ആ, 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 ഈ കരടി എന്നൊക്കെ ആൾക്കാർ എന്തിനാ പറയാ? ഏത് തരം ആൾക്കാരെ പറയണെന്നാ ഉദ്ദേശിക്കുന്നത്? ഒരു മൂശയായിട്ടുമായിട്ട്. അതിന്റെ വേർഡ് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ വേർഡുകൾ അറിയൂല അധികോ. സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് ദുഷ്ടൻ. പോട്ടെ. ചെകുത്താനി. നിക്ക ഫസ്റ്റ് അക്ഷരം ചേർന്ന് മനസ്സിലാവും. അല്ല അങ്ങനല്ല. ഇതെന്തേനു? ആദി. ആദി ക്ലൂ കൊടുക്കണോ? കൊടുക്കങ്ങള്. എന്താ? നമ്മൾ ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ എപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കും. അതിന്റെ സ്പെല്ലിംഗ് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിരിക്കും. കൊച്ചിലൊക്കെ നമ്മളത് വാങ്ങാറുണ്ട്. കളിപ്പാട്ടോ? ആ, കളിപ്പാട്ടത്തിന്റെ കൂട്ടത്തിൽ അത് ഉണ്ടാവും. എന്ത്? ബലൂൺ. ബി. പക്ഷെ അബ്ബല്ല എങ്കിലും പറയുമ്പോ ചിന്തിച്ചില്ല. പറ. അതിബാന്നോ? അതി ഫസ്റ്റ് വേർഡാണ്. അതി രണ്ടാമത്തെ വേർഡാണ് ഈ പറയുന്നത്. വെച്ചിട്ട് ഇങ്ങനത്തെ നമ്മളൊന്നും ആരെയും പറയില്ലല്ലോ. ഭാസ്കരൻ അല്ല. ബി എന്ന് പറയൂ. പറഞ്ഞു. ഇനി പറ. ബി. ബില. ബി. ബി. എനിക്കറിയൂല. ഞാനങ്ങനെ ആരും ഒന്നും പറയല്ലേ. ഇതിന്റെ വേറെ വേർഡ് പറഞ്ഞു. ഇത് കയ്യല്ലേ? കൈന്റെ വേറെ ഈ വേറെ എന്തേലും താങ്കി ടെൻഷൻ ആവുന്നേ. എന്താ? ഞാൻ ആലോചിക്കുന്ന കിട്ടുന്നില്ല. എന്താ വരയ്ക്കുന്നത്? നമുക്ക് പേടിയുള്ള ആൾക്കാർ, നമ്മൾ പേടിപ്പിക്കുന്ന ആൾക്കാരെ വരെ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോ. വീരപ്പനല്ലേ പറയല്? പിന്നെ വീരപ്പൻ എന്താ? വീരപ്പൻ കള്ളൻ അല്ലേ? വീരപ്പൻ കള്ളനല്ലേ? പട്ടാളം. പറഞ്ഞു കൊടുക്കണ്ടോ? സോറി, മയച്ചാളിനെ എടുത്ത് കൊടുക്കട്ടെ. അതന്നെ. അതായത് വലിയ റഫായി നടക്കുന്ന ആൾക്കാർ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന വീട്ടില് അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. പക്ഷെ ഈ ബാലരമയിലൊക്കെ ഉണ്ടാ, ബാലരമ ബാലഭൂമിയിലൊക്കെ. ഇനി ക്ലൂ തരാൻ പറ്റില്ല. പറഞ്ഞില്ല. പട്ടാളക്കാരുമായിട്ട് കണക്റ്റഡാ ഇവര്. ഓക്കെ. ബി. ബി. ബലൂണിന്റെ ബാ അല്ല, ഭരണിന്റെ ബാ. ബി. ഭീമൻ. ഭീമൻ നമ്മൾ യൂസ് ചെയ്യലുണ്ട്. ഭീമൻ അങ്ങനെ യൂസ് ചെയ്യലല്ലോ. റഫ് ഇതൊക്കെ പറയുമ്പോ ചിന്തിക്കണ്ടേ? എന്നാ അത് പറഞ്ഞാലും അത് മതി. അല്ല, അത് പറ്റില്ല. ഇതിന്റെ വേറെ വേർഡാണ്. നോക്ക്. ആദി ആയില്ലേ? അതി കൊറേ ലോങ് ആണോ? അല്ലല്ല, ഇതൊന്നും കൈനക്ക് മറ്റെന്തെങ്കിലും ചെയ്ത് നീ വേറെ എന്തേലും ഒന്ന് കാണിച്ചെനിക്ക്. അത് ഞാൻ ആലോചിക്കുന്നത്. ബി ആർക്ക് പറഞ്ഞത്. അടുത്ത സ്പെല്ലിംഗിലേക്ക് പോക്കോ. ബി ആയില്ലേ? ഇനി അടുത്ത സ്പെല്ലിങ്ങിനുള്ള ഒരു ക്ലൂ പറഞ്ഞ പോലെ അല്ലാണ്ട് ഇനി തന്നെ പറട്ടോ. ബലൂണ്ട് എനിക്ക് ഒരു പറഞ്ഞല്ലേ. കാണിച്ച് തരാ. മിഷാല്. ഭർത്താവ്. അല്ലെ, വേറെ വേർഡ് പറഞ്ഞു. ഭർത്താവിന്റെ അല്ല. ഇതൊക്കെ മറ്റേത് വേറെ ഗെയിം പോലെ ആയി പോണ്. ഞാൻ ആരായിരുന്നു? ആരാണ്? അക്കല് പെടും. ഞാൻ എനിക്ക് ആരായിരുന്നു കോളേജിൽ പഠിക്കാൻ? പറയൂ, വരയ്ക്കുന്ന മുന്നേ പറഞ്ഞു. ഓക്കെ. എന്താ ഫസ്റ്റ് വേർഡ് കിട്ടി. ഞാൻ അങ്ങനല്ല, ഫസ്റ്റ് വേർഡ് മാത്രമാണ്. ഇത് ലാസ്റ്റ് വേർഡ്. 3 വേർഡായിട്ടാ. എന്റെ ഫസ്റ്റ് വേർഡാ കാന്ന് പറഞ്ഞ. കാ വെച്ച് പറയും. ഞാനായിരുന്നു കാമുകൻ. പറഞ്ഞ അതി. അതിന്റെ നടുവിലുള്ള വേർഡാണ് ഈ സാധനം. അതി ഫസ്റ്റ്, കാമുകൻ തേർഡ്, സെക്കൻഡ് എന്താ? ഇപ്പൊ ഇറങ്ങിയ സിനിമയെ ഞാൻ പറഞ്ഞ കണ്ടിട്ടില്ല. അധികാരം അറിയാത്ത സിനിമ. പക്ഷെ പാട്ട് ഞാൻ ഇന്നലെ കാറിൽ കുത്തിന് ആ പാട്ട് വെച്ചിരിക്കണ്. നമ്മൾ വരുമ്പോ
ഇത് ഇവിടെ ഈ ബി അല്ല നമ്മള് പറഞ്ഞു വെച്ചേ. അപ്പൊ ആ അതിഭീകര ആ കാമുകൻ അങ്ങനെയൊക്കെ സിനിമ ഉണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കും വരച്ചത്. ഇത് കുറച്ചധികം കഷ്ടപ്പെട്ടു. അത് നേരത്തെ കൈയിന്റെ എന്താ ഉദ്ദേശിച്ച്? കരം ഭീകര. എന്റെ മോനെ എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. ഭീകരത്തിന്റെ ആ ബി കിട്ടിയല്ലോ, കരം റെഡിയൽ ബി. പണി എടുത്തു ആള്, കഷ്ടപ്പെട്ടു. രണ്ടെണ്ണം ഈസി ആയപ്പോ ഇത് കുറച്ച് ടഫായിരുന്നു. സത്യം. പക്ഷെ മറ്റേ പെട്ടെന്ന് കിട്ടിയ സുഖമല്ലായിരുന്നു കേട്ടോ കളിക്കാൻ. അല്ലേ ഇത് മറ്റേത് നേരത്തെ പെട്ടെന്ന് കിട്ടിയല്ലോ. അതുകൊണ്ട് ഇത് കുറച്ച് ടഫാന്ന് എനിക്കറിയാം. അപ്പൊ നേരത്തെ പണിയും കൂടെ ഇതിലെടുത്തു. പക്ഷെ നിങ്ങള് രസായിട്ട് 3 ഗെയിമും കണ്ടോളൂ. കഷ്ടപ്പെട്ട് വരച്ച എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് വരച്ചിട്ട്. ഇത് ഭീകരനെ ഉദ്ദേശിച്ചത്. ഭീകരൻ ആ വരച്ചത് ഭീകരൻ. ഓ ഭീകരൻ ഭീകരൻ. അപ്പൊ ഞാൻ 3 ഗെയിംസ് തരുമ്പോഴേ പക്ഷെ നിങ്ങൾ പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. ഒരു സാധനം ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ. ഇടക്കിടക്ക് എങ്ങനെ പറയണ്ട എന്താ പോലെ. ഒരുപാട് സന്തോഷം. നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ടേ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് അയ്യോ അതുപോലെ ഇരിക്കും. ചിലർ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ റിയൽ ലൈഫിൽ കാണുമ്പോൾ രണ്ടാ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് വീഡിയോയിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് നേരിട്ട് കാണാനും. സോ നിങ്ങളുടെ വ്ളോഗ് ഇനിയും വേണം. ആൻഡ് ഡെയിലി നടക്കുന്ന എന്തൊക്കെ കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇനിയും പുതിയ വെറൈറ്റി കോണ്ടന്റ് ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആളുടെ കുറെ കഴിവുകൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നു. ഗൈസ് വെയിറ്റ് ആൻഡ് സീ. വരക്കണതൊക്കെ ലൈവ് വീഡിയോ കഴിവുണ്ടല്ലോ വരയ്ക്കാൻ. അപ്പൊ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയില്ല. സോ ഇനി നമുക്ക് കാണണം. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ ഫേസ് റിവീൽ ചെയ്തതിനു ശേഷം എനിക്കൊന്ന് മിസ്റ്ററിയുടെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആഡ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. സോ നെഗറ്റീവ് കമന്റ്സും കാര്യമൊക്കെ മാറ്റാം. മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.